പണ്ട് പണ്ട് ഉഗ്രസേനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ഉഗ്രസേനന്റെ മകൻ കംസൻ മധുരയുടെ രാജകുമാരനായിരുന്നു. കംസൻ ഒട്ടും ദയവില്ലാത്ത അതിഹൃദയനായ ഒരു ദുഷ്ടനായിരുന്നു. മധുരയിലുള്ള എല്ലാവരും അയാളുടെ ദുഷ്ടപ്രകൃതിയെ കണ്ട് പേടിച്ചാടിപ്പോയിരുന്നു. കംസൻ ഒരാളെ മാത്രം വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അത് കംസന്റെ സഹോദരി ദേവകി അല്ലാതെ മറ്റാരുമായിരുന്നില്ല. ദേവകി ദൈവഭക്തിയുള്ള സുശീലയായ സ്ത്രീയായിരുന്നു. അങ്ങനെയിരിക്കെ വസുദേവർ എന്ന കുലീനനായ ഒരാളുമായി ദേവകിയുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. അവരുടെ വിവാഹം വളരെ ഗംഭീരമായി നടന്നു. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞതും ദേവകിയെ ജീവൻ തുല്യം സ്നേഹിച്ചിരുന്ന കംസൻ തന്നെ ഘോഷയാത്രയുടെ മുന്നിലുള്ള രഥത്തിന്റെ സാരഥിയായിക്കൊണ്ട് ദേവകിയെ പുതിയ ബന്ധുക്കളുടെ വീട്ടിലേക്ക് നയിച്ചു. ആ വിവാഹ ഘോഷയാത്ര ചെന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നും ഗംഭീരമായ ശബ്ദത്തിൽ ഒരു അശരീരി കേട്ടു. ദുഷ്ടനായ കംസ, നീ എന്തിനാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത്? ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, നീ വളരെയധികം സ്നേഹിക്കുന്ന സഹോദരി നിന്നെ കൊല്ലാൻ പോകുന്നയാൾക്ക് ജന്മം നൽകും. ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും. എട്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുമ്പായി ഞാൻ അവളെ കൊന്നുകളയും. കംസ, നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? നിന്റെ സഹോദരിയെ അവളുടെ വിവാഹ ദിവസം കൊല്ലുക എന്നത് ഒട്ടും ന്യായമല്ല. നീ ദേവകിയുടെ ജീവൻ വിട്ടുതന്നാൽ അവൾ ജന്മം നൽകുന്ന ഓരോ കുഞ്ഞിനെയും നിന്റെ കൈകളിൽ ഏൽപ്പിക്കുമെന്ന് ഞാൻ വാക്കുതരുന്നു. ദയവായി വിശ്വസിക്കുക. ഞാൻ ദേവകിയെ വെറുതെ വിട്ടേക്കാം. പക്ഷെ നീ നിന്റെ വാക്ക് പാലിക്കുമോ എന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നതായിരിക്കും. അതിനുശേഷം വിവാഹ ഘോഷയാത്ര മധുരയിലേക്ക് തിരിച്ചു പോകാൻ കംസൻ ആജ്ഞാപിച്ചു. മധുരയിലെത്തിയ ഉടൻ കംസൻ ദേവകിയെയും വസുദേവരെയും കാരാഗൃഹത്തിൽ അടച്ചു. ഒരു ദിവസം കംസൻ ദേവകി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന വാർത്ത അറിഞ്ഞു. കംസൻ ഉടനെ തന്നെ കാരാഗൃഹത്തിലേക്ക് ചെന്നു. ദേവകി, ആ കുഞ്ഞിനെ എനിക്ക് തരൂ. കംസൻ ദേവകിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുത്ത ശേഷം അതിനെ തലകീഴായി തൂക്കിപ്പിടിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെ അപ്പോൾ തന്നെ നിലത്തടിച്ചു കൊന്നുകളയുകയും ചെയ്തു. അതിനുശേഷം ദേവകി ജന്മം നൽകിയ 5 കുഞ്ഞുങ്ങളെയും കംസൻ ഇതേ രീതിയിൽ തന്നെ നിഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവകി 7ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. 7ാമത്തെ കുഞ്ഞ് തികച്ചും അത്ഭുതകരമായി ഗോകുലത്തിലുള്ള വസുദേവരുടെ 2ാമത്തെ ഭാര്യ രോഹിണിയുടെ അടുത്തെത്തി. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ബലരാമൻ എന്ന് പേര് വെച്ചു. ദേവകിയുടെ 7ാമത്തെ കുഞ്ഞ് പ്രസവത്തിൽ മരണപ്പെട്ടു പ്രഭു. അന്ന് ശ്രാവണ മാസത്തിലെ 8ാമത്തെ ദിവസമായിരുന്നു. ശക്തമായ കൊടുങ്കാറ്റ് ആ നഗരത്തെ വിറപ്പിച്ചു കളഞ്ഞു. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി വളരെ ശക്തമായ മഴയും പെയ്യാൻ തുടങ്ങി. ദേവകി 8ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഭഗവാൻ വിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു. ദേവകി, വസുദേവ, നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു. ഞാൻ തന്നെയാണ് നിങ്ങളുടെ കുഞ്ഞായി ജനിച്ചിരിക്കുന്നത്. വസുദേവ, ഈ കുഞ്ഞിനെ ഉടനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നന്ദഗോപർക്ക് ജനിച്ച കുഞ്ഞിന്റെ സ്ഥാനത്ത് മാറ്റിവെക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണു
വിഷ്ണുദേവൻ അപ്രത്യക്ഷനായി. അന്ന് അർദ്ധരാത്രി ദേവകിക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. നോക്കൂ, ഈ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എത്ര അതിശയകരമായിരിക്കുന്നു. ദേവകി, ഈ കുഞ്ഞിനെ എന്റെ കയ്യിൽ തരൂ. ഞാനിവനെ ഗോകുലത്തിൽ നന്ദഗോപരുടെ അടുത്ത് എത്തിക്കാം. വസുദേവർ കുഞ്ഞിനെയും കൊണ്ട് യാത്ര പുറപ്പെട്ടതും കാരാഗ്രഹത്തിന്റെ വാതിലുകളെല്ലാം താനെ തുറന്നു. അവിടെ കാവൽ നിന്നിരുന്ന ഭടന്മാരെല്ലാം പെട്ടെന്ന് ഉറങ്ങുവാൻ തുടങ്ങി. വിഷ്ണുനാമം ജപിച്ചുകൊണ്ട് വസുദേവർ ഒരു കോണയിൽ കുഞ്ഞിനെ തലയിലെത്തി ശ്രദ്ധാപൂർവം നടന്നു ചെന്നു. വിഷ്ണു വൈകുണ്ഠത്തിൽ വളർത്തിയ ആദിശേഷൻ എന്ന പാമ്പ് വസുദേവരുടെ കൂടെ അകമ്പടി ചെന്നു. ആ പാമ്പിന്റെ വിടർന്ന ഭണം വസുദേവരുടെ തലയിലെ കൂടയിൽ വെച്ചിരുന്ന കുഞ്ഞിന് കുടപിടിച്ചു. അങ്ങനെ വസുദേവർ യമുന നദി തീരത്തെത്തിച്ചേർന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ നദി രണ്ട് ഭാഗത്തേക്കും തിരിഞ്ഞ് അദ്ദേഹത്തിന് നടന്നു പോകാൻ വേണ്ടുന്ന വഴി കൊടുത്തു. വസുദേവർ ഗോകുലത്തിലെത്തി. അപ്പോൾ അവിടെ നന്ദഗോപരുടെ ഭാര്യ യശോദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. വസുദേവർ കൃഷ്ണനെ ആ പെൺകുട്ടിയുടെ തൊട്ടിലിൽ കിടത്തി. എന്നിട്ട് ആ പെൺകുഞ്ഞിനെ തന്റെ കയ്യിൽ എടുത്തു. അതിനുശേഷം വസുദേവർ കാരാഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. പെൺകുഞ്ഞിനെയും കൊണ്ട് വസുദേവർ കാരാഗ്രഹത്തിൽ തിരിച്ചെത്തി. അകത്തേക്ക് കടന്ന ഉടനെ കാരാഗ്രഹത്തിന്റെ തുറന്നു കിടന്ന വാതിലുകൾ വീണ്ടും അടയുകയും ഉറങ്ങിപ്പോയ ഭടന്മാർ ഉണരുകയും ചെയ്തു. ഉണർന്നെഴുന്നേറ്റ ഭടന്മാർ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടയുടനെ ആ ഭടന്മാർ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്ന വിവരം രാജാവിന് നൽകി. ദേവകി, ആ കുഞ്ഞിനെ തരൂ. അയ്യോ, ദയവ് ചെയ്ത് ആ കുഞ്ഞിനെ ഉപദ്രവിക്കരുതേ. അത് താങ്കളെ പോലുള്ളൊരു യോദ്ധാവിന് ചേർന്നതല്ല. പക്ഷേ കംസൻ ഈ പരിവേദനങ്ങളൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. പെട്ടെന്ന് ആ പെൺകുഞ്ഞ് അവന്റെ കൈകളിൽ നിന്നും വഴുതി മാറി ആകാശത്തിലേക്ക് ഉയർന്നു. ആ കുഞ്ഞ് ദുർഗാദേവിയായി പ്രത്യക്ഷപ്പെട്ടു. ഹേ ദുഷ്ടനായ കംസ, നിസ്സഹായയായ ഒരു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുക വഴി നീ നിന്റെ ദുഷ്ടത്തരം വീണ്ടും കാണിച്ചിരിക്കുകയാണ്. നിന്റെ ഘാതകന് ദേവകി അർദ്ധരാത്രിയിൽ ജന്മം നൽകി കഴിഞ്ഞു. അവനിപ്പോൾ ഗോകുലത്തിൽ സുരക്ഷിതനായിരിക്കുന്നു. സമയം വരുമ്പോൾ അവൻ നിന്നെ അന്വേഷിച്ചു വന്ന് നീ ചെയ്തു കൂട്ടിയ എല്ലാ ദുഷ്ടത്തരത്തിനും അർഹിക്കുന്ന ശിക്ഷ നൽകുന്നതായിരിക്കും. ദുർഗാദേവി അപ്രത്യക്ഷയായി. കംസൻ ഇതെല്ലാം കേട്ട് ആകെ തരിച്ചു നിന്നുപോയി. വസുദേവനും ദേവകി അത്യാഹ്ലാദത്തിൽ മുഴുകി. Krishna, 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 Krishna.